Good morning YouTube, welcome to Motorcy Drive. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡ്യൂക്ക് 390 കുറിച്ചാണ്. എൻ്റെ കുറച്ച് അഭിപ്രായങ്ങൾ, എൻ്റെ ഒരു റിവ്യൂ ആണ് ഇവിടെ പറയാൻ പോകുന്നത്. കൂട്ടത്തിൽ ഞാനൊരു വൈഫും കൂടെ തൂമ്പൂർ മൊഴി ഡാം തൃശ്ശൂർ നമ്മുടെ ചാലക്കുടി ഒന്ന് കാണാൻ വേണ്ടി പോയി. അപ്പോൾ ആ ട്രിപ്പിൽ പോകുന്ന വഴിക്കെടുത്ത വീഡിയോ ആണ്. സോ ഈ ഡ്യൂക്ക് 390 കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എല്ലാ പാർട്സും ഡ്യൂക്ക് 200 സെയിം ആണ്. എനിക്കൊന്ന് 1/2 ലിറ്റർ പെട്രോൾ കപ്പാസിറ്റി കൂടുതലാണ്. പിന്നെ ABS വന്നിട്ടുണ്ട്. അക്കാലത്ത് ഇറങ്ങി ഡ്യൂക്ക് 200ന് ABS ഇല്ലായിരുന്നു. ഈ രണ്ട് വ്യത്യാസങ്ങൾ ഒഴിച്ചാൽ പിന്നെ അത് മേജർ മാറ്റം ഇടാന്ന് ചോദിച്ചാൽ എഞ്ചിനകത്താണ്. ഈ എഞ്ചിനെ കുറിച്ച് സംസാരിക്കുന്നത് 373 cc 43.5 bhp പ്രൊഡ്യൂസ് ചെയ്യുന്ന എഞ്ചിനാണ്. ഈ എഞ്ചിന് 200 അല്ലെങ്കിൽ ഈ ബൈക്കിന് 200 ഡ്യൂക്കുമായിട്ട് വെറും 30 കിലോ മാത്രമേ വെയിറ്റ് വ്യത്യാസമുള്ളൂ. ആ വ്യത്യാസം എങ്ങനെയാണ് നമുക്ക് കുറച്ച് ചരിത്രത്തോട്ട് പോയാലോ. അങ്ങനെ ആ വെയിറ്റ് വ്യത്യാസം വന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ക്ലെവർ ഡിസൈനിങ് ഓഫ് എഞ്ചിനാണ്. അപ്പോൾ നമുക്ക് ഇനി സ്ഥലങ്ങൾ കണ്ട് റൈഡ് പോകുന്നതിനിടയ്ക്ക് സംസാരിക്കുക ഈ വണ്ടിയെക്കുറിച്ച്. ഈ എഞ്ചിൻ നമ്മൾ കാണുമ്പോൾ പുറത്തുനിന്ന് ഡ്യൂക്ക് 200 എഞ്ചിനുമായിട്ട് ഒരു സാദൃശ്യം തോന്നുന്നുണ്ടെങ്കിലും ഏകദേശം സെയിമാന്ന് തോന്നുന്നുണ്ടെങ്കിലും പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. 2012 ബജാജും KTMും കൂടെ ഈ 200ൻ്റെ ഉഗ്രൻ വിജയത്തിന് ശേഷം ഇതേ ചാസിസ് തന്നെ ഒരു പുതിയൊരു ഹയർ ഡിസ്പ്ലേസ്മെൻറ്റ് വണ്ടി ഉണ്ടാക്കാൻ തീരുമാനിച്ചു, ഡിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ സിർക്ക ലാബ്സിൽ അവർ പറഞ്ഞപ്പോഴത്തേക്കും അവർ ജസ്റ്റ് സ്റ്റിക്കർ മോഡിഫിക്കേഷൻ മാത്രമാണ് ചെയ്തു കൊടുത്തത്. അവർ സിർക്കയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അവർ ജസ്റ്റ് സ്റ്റിക്കർ മോഡിഫിക്കേഷൻ മാത്രമാണ് ഈ വണ്ടിക്ക് ഡിസൈനായിട്ട് ചെയ്തത്, കാരണം കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട്. പിന്നീട് അവർ ചെയ്തൊരു കാര്യമാണ് ആദ്യമേ ബജാജ് KTM പാർട്ണർഷിപ്പിൽ അവർ ഈ ഇരിക്കുന്ന അതായത് 200 cc KTM ഡ്യൂക്ക് 200-നകത്തുള്ള എക്സിസ്റ്റിംഗ് എഞ്ചിൻ തന്നെ റീബോർ ചെയ്ത്, അതായത് വലിയ പിസ്റ്റൺ കയറ്റാവുന്ന രീതിയിൽ റീബോർ ചെയ്തെടുക്കാനായിട്ടാണ് തീരുമാനിച്ചത്. അങ്ങനെ അവർ ചെയ്തെങ്കിലും അതൊരു സക്സസ് ആയിട്ട് മാറിയില്ല, കാരണം എഞ്ചിൻ്റെ റിലയബിലിറ്റി വല്ലാണ്ട് കുറഞ്ഞു. പിന്നെ ഇവർ ഉദ്ദേശിച്ച എഫിഷ്യൻസി ഇതുപോലെ റോക്കറ്റ് എന്നുള്ള രീതിയിലൊന്നും വണ്ടി പോകുന്നില്ല. ഒരു എഞ്ചിന് മാക്സിമം പെർഫോമൻസ് വരെ എത്തുന്നുള്ളായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവർ മൊത്തത്തിൽ റീഡിസൈൻ ചെയ്തു. ഈ ഇരിക്കുന്ന എഞ്ചിൻ 95% ന്യൂ എഞ്ചിനാണ്. ഇതിനകത്ത് വെറും 5% മാത്രമേ പഴയ 200 ഡ്യൂക്കിൻ്റെ എഞ്ചിനുമായിട്ട് ബന്ധമുള്ളൂ. അതിനകത്ത് മെയിൻ 5% വരുന്ന സംഭവമാണ് ഈ പുറത്തുള്ള ഡിസൈൻ മാത്രം. അത് സെയിം ആണെന്ന് പറഞ്ഞാൽ അകത്തുള്ള ഇൻറ്റേർണൽസ് മൊത്തം മാറ്റമാണ്. അത് പറയാനായിട്ടാണെങ്കിൽ ഫസ്റ്റ് എക്സാമ്പിളായിട്ട് പറയേണ്ടത് ഫോർജ്ഡ് പിസ്റ്റണാണ്. അലൂമിനിയം ഫോർജ്ഡ് പിസ്റ്റൺ ആയതുകൊണ്ട്, മറ്റേത് ഇരുമ്പിൻ്റെ പിസ്റ്റൺ ആയതുകൊണ്ട് നല്ലൊരു വെയിറ്റ് റിഡക്ഷൻ, പിന്നെ ബെറ്റർ ഹീറ്റ് ഡെസിപ്പിയേഷൻ. അലൂമിനിയം പെട്ടെന്ന് തണുക്കും, നമ്മുടെ മെറ്റൽ പോലെയല്ല. പിന്നെ രണ്ടാമത് നിക്കാസിൽ കോട്ടിംഗ് ആണ്. നിക്കാസിൽ കോട്ടിങ്ങിനെ കുറിച്ച് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. യമഹ R15 യമഹ ഇന്ത്യയിൽ ആദ്യം കൊണ്ടുവന്ന ടെക്നോളജിയാണ് നിക്കാസിൽ കോട്ടിംഗ്. നിക്കാസിൽ കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നോർമൽ ബൈക്കിൻ്റെ സിലിണ്ടർ കിറ്റ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഫുള്ള് അലൂമിനിയം ആയിരിക്കും. പുറത്ത് നമ്മൾ കാണുന്ന ഭാഗം മാത്രമേ അലൂമിനിയം ഉള്ളൂ. അകത്ത് പിസ്റ്റൺ മേലോട്ടും താഴോട്ടും പോകുന്ന ഭാഗത്ത് മെറ്റലായിരിക്കും. മെറ്റൽ ചട്ടക്കൂടെന്ന് തന്നെ പറയാം. ഒരു മെറ്റൽ ടിന്ന് പോലത്തെ സംഭവത്തിനകത്താണ് പിസ്റ്റൺ മേലോട്ടും താഴോട്ടും പോകുന്നത്. എന്നാൽ നിക്കാസിൽ കോട്ടിംഗ് ഉള്ള ഇതുപോലത്തെ വണ്ടിക്കകത്ത് ഈ മെറ്റലിൻ്റെ ആ ചട്ടക്കൂടില്ല, പകരം അവിടെ അലൂമിനിയമാണ് ഉള്ളത്. ഹൈ സിലിക്ക കണ്ടന്റുള്ള അലൂമിനിയമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഏതാണ്ട് അല്ലെങ്കിൽ മെറ്റലിനേക്കാളും കട്ടിയുള്ള സർഫസ് ആയിരിക്കും. സോ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ മെറ്റൽ ഷേവിങ് അല്ല മെറ്റൽ ആ ഒരു ടിൻ പോലത്തെ ഒരു ഭാഗമുണ്ടല്ലോ ഈ പിസ്റ്റൺ വർക്കിനുള്ള, അതിന് നല്ല വെയിറ്റ് വരും. അത് നല്ല കാസ്റ്റ് അയണാണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നം വെച്ചാൽ വണ്ടി ഹീറ്റായാലും നമ്മൾ പുറത്ത് കാണുമ്പോൾ അലൂമിനിയം തോന്നിയാലും അകത്ത് മെറ്റലായതുകൊണ്ട് നല്ലോണം വണ്ടി ഹീറ്റാവും. ഹീറ്റായാൽ തന്നെ കൂളിങ്ങിന് സമയം കൂടുതലെടുക്കും. എന്നാൽ ഈ നിക്കാസിൽ കോട്ടിങ്ങിനകത്ത് ഈ അയണിൻ്റെ സംഭവം ഇല്ലാത്തതുകൊണ്ട്, അതായത് മെറ്റലിൻ്റെ സംഭവം ഇല്ലാത്തതുകൊണ്ട്, ഇരുമ്പിൻ്റെ സംഭവം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ വണ്ടി ഹീറ്റായാൽ തന്നെ തണുക്കുകയും ചെയ്യും. പെട്ടെന്ന് വണ്ടി ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു പരിധി വിട്ട് ചൂടാവത്തുമില്ല, കാരണം അലൂമിനിയം ഒരു നല്ലൊരു തെർമൽ കണ്ടക്ടറാണ്. അലൂമിനിയം പെട്ടെന്ന് ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യും കമ്പയറിങ് ടു സ്റ്റീൽ അല്ലെങ്കിൽ ക്രൂഡ് അയൺ. സോ അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ബെനിഫിറ്റ്. കൂടാതെ ഇതിന് വെയിറ്റ് സേവിങ്സും അങ്ങനെയാണ്. 30 കിലോ മാത്രം ഡ്യൂക്ക് 200-ആയിട്ട് ഈ ബൈക്കിന് വ്യത്യാസം വരണമെങ്കിൽ അത് എഞ്ചിൻ്റെ ഘടകങ്ങളുടെ ക്ലെവർ യൂട്ടിലൈസേഷനാണ്. അതിനകത്ത് വരുന്ന സംഭവമാണ് ഈ നിക്കാസിൽ കോട്ടിങ്. സോ ഇങ്ങനത്തെ പല ടെക്നോളജികളുണ്ടെങ്കിലും പിന്നെ ഫസ്റ്റ് ABS വന്ന മോഡൽ ഇതാണ്. എൻ്റെ നിഞ്ച 650 പോലും ആ ടൈമിന് ABS ഇല്ല, പക്ഷേ ABS ഇതിനകത്ത് വന്നു. ബോഷിൻ്റെ 9mm എന്ന് പറഞ്ഞ ABS ആണ് ഇതിനകത്തിരിക്കുന്നത്.
ഒരു അടിപൊളി ABS സിസ്റ്റമാണ്. നമുക്ക് നല്ലൊരു ഷുവർ ഫോർട്ടഡ് ABS സിസ്റ്റമാണ്. ഓടിച്ചിട്ട് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. കറക്റ്റ് നമ്മൾ വിചാരിക്കുന്നിടത്ത് തന്നെ വണ്ടി നിൽക്കുന്നുണ്ട്. നല്ലൊരു സംഭവം. കാരണം എന്ന് വെച്ചാൽ ഇത്രയും പവർ ഔട്ട്പുട്ട് വരുന്ന വണ്ടിക്ക് ഒരു ABSും കൂടി ഇല്ലെങ്കിൽ നമുക്കറിയാലോ, ഈ തരം വണ്ടികളൊക്കെ എന്തായാലും കോളേജ് പിള്ളേരെ എടുക്കത്തുള്ളൂ. എനിക്കും ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്താണ് തോന്നിയത് ഇറങ്ങിയത്. എനിക്ക് തോന്നുന്നു 2015 ഞാൻ ഫസ്റ്റ് ജോബിന് കയറുമ്പോഴാണ് ഡ്യൂക്ക് 390 ഇറങ്ങിയത്. അന്ന് എൻ്റെ അനിയൻ്റെ കൂട്ടുകാരന് ഉണ്ടായിരുന്നു ഒരു വണ്ടി. അപ്പോൾ ഞാനത് കണ്ട് സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു കൊതിയായിരുന്നു കേട്ടോ. അന്ന് എനിക്കുള്ള കരീസ്മയാണ്. കരീസ്മയിൽ നിന്നൊക്കെ ഒരു മൊത്തത്തിലൊരു വ്യത്യസ്തമായ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഇതൊരു സംഭവമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിച്ചിരുന്നൊരു വണ്ടിയാണ്. അപ്പം ഇങ്ങനെ എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ ഞാൻ എടുത്തതാണ് ഈ വണ്ടി. ഞാനിപ്പോൾ 2000 കിലോമീറ്ററിന് മേളിൽ വണ്ടി ഓടിച്ചു. ഈ വണ്ടിയുടെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ തുമ്പൂർ മൂഴി ട്രിപ്പ് തൃശ്ശൂർ പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് ആലപ്പുഴയ്ക്കിട്ട് വരുന്ന വഴിക്ക് ഒരു അനുഭവം ഉണ്ടായി കേട്ടോ. ഞാൻ വണ്ടി പതുക്കെ പോയിക്കൊണ്ട് ഞാനൊരു മാക്സിമം 100ന് മേളിൽ ഞാൻ പോകാറില്ല ടൂറിങ് പർപ്പസിന്. ഞാൻ ക്രൂസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നേരെ ഫ്രണ്ടിൽ ഒരു ഹാർലി ഡേവിഡ്സൺകാരൻ വന്നു. അയൺ 883 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനപ്പോഴത്തേക്കും നമ്മുടെ വണ്ടിപ്രാന്ത് മൂലം ഞാൻ നേരെ അവൻ്റെ പുറകെ പോയിട്ട്, ചേട്ടാ ഇത് ഏതാ മോഡൽ? കാരണം ഹാർലി ഡേവിഡ്സൻ്റെ സൗണ്ട് മാത്രമേ കേൾക്കുന്നത്, രാത്രിയല്ലേ, മോഡലൊന്നും കാണാനില്ല. അപ്പോൾ ഞാൻ ചേട്ടാ ഇത് ഏതാണ് മോഡൽ എന്നറിയാനുള്ള കൗതുകത്തിന് ഞാൻ അവൻ്റെ പുറകെ വണ്ടി എടുത്ത് വിട്ടപ്പോഴത്തേക്കും ആ പാവം പുള്ളിക്കാരൻ വിചാരിച്ചു ഞാൻ ഇവനുമായിട്ട് റേസിന് വന്നതാണ് എന്നും പറഞ്ഞിട്ട് ഈ ചെറിയ ബൈക്ക്, എൻ്റെ ഇത്രയും വലിയ ബൈക്കിന് 1000cc വണ്ടിയെ പിടിക്കാൻ വരുന്നതെന്നും പറഞ്ഞ് അവൻ നല്ലവണ്ണം കൈ കൊടുത്തു. സത്യം പറഞ്ഞാൽ ഞെട്ടിയ ഒരു അനുഭവം കേട്ടോ അത്. ഈ വണ്ടി, ഈ 390cc ഉള്ള വണ്ടി അവനെ അത്യാവശ്യം ട്രാഫിക് ഉള്ളതുകൊണ്ട് പുള്ളിക്ക് അങ്ങനെ വിട്ടു പോകാനും പറ്റത്തില്ല. എങ്കിലും പുള്ളി വിട്ടുപോയാലും എനിക്ക് പുട്ടുപോലെ പിടിക്കാൻ പറ്റുന്നുണ്ട്. അവസാനം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഈ വണ്ടി രണ്ടും ഒരേപോലെ നിൽക്കുന്നു. അപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ഈ മുതലിൻ്റെ കറക്റ്റ് എന്താണ് ഈ സംഭവം എന്ന് മനസ്സിലായത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇൻസൈൻ ആക്സിലറേഷനാണ്. 0 to 100 എടുക്കുന്ന 0 to 100 വെറും 5.6 സെക്കൻഡിലാണ് ഈ സംഭവം ക്ലെയിം ചെയ്തിരിക്കുന്നത്. നമുക്കൊരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ യമഹ R1 എനിക്കൊന്നും എനിക്ക് കറക്റ്റ് അറിയത്തില്ല, 4.2 സെക്കൻഡ് അല്ലെങ്കിൽ 3 സെക്കൻഡാണ് R1 0 to 100 എടുക്കുന്നത്. സോ 1000cc 4 സിലിണ്ടർ സൂപ്പർ ബൈക്കുമായിട്ട് പോലും ഈ സംഭവം ഫസ്റ്റൊക്കെ ഒരു 100 വരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പിടിച്ചാൽ നിൽക്കാം. അതായത് ഞാൻ പൊട്ടിക്കുമെന്നല്ല പറഞ്ഞു കേട്ടോ, ആ തരത്തിലുള്ള ആക്സിലറേഷൻ കാഴ്ചവെക്കുന്നുണ്ട്. ഒരിക്കലും സൂപ്പർ ബൈക്കിന് നമ്മൾ 0 to 100 നോക്കത്തില്ല, 0 to quarter മൈലാണ് നോക്കുന്നത്, 0 to 160. അതുമായിട്ടൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇത് അടുക്കത്തില്ല, അതൊക്കെ വിട്ടുപോകും, അത് വേറെ ലെവല്. പക്ഷെ എന്നാൽ പോലും ഒരു 1000cc ഹാർലി ഡേവിഡ്സൺകാരനെ എനിക്ക് പുട്ടുപോലെ ഒപ്പം പിടിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതും അതിൻ്റെ 10-1 അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിലയും ആയിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത വിലയല്ലേ ഈ വണ്ടിക്കുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് ആശ്ചര്യമായിപ്പോയി, അത് പറയാതെ വയ്യ. എനിക്ക് ഭയങ്കര ഞാൻ ഞെട്ടിയ ഒരു അനുഭവമാണിത്. അവൻ കിടന്നിങ്ങനെ കൈ കൊടുത്തിട്ടൊന്നും വണ്ടി ഇവൻ പയറ് പോലെ ഒപ്പം നിൽക്കും, ഒരു കുഴപ്പമില്ല. പുള്ളി 100ന് മേളിൽ കയറി ചിലപ്പോൾ വിട്ടുപോയേനെ. പക്ഷെ 100ന് മേളിൽ കയറാനുള്ള വകുപ്പില്ലാത്തതുകൊണ്ട് പുള്ളി 100 വരെ പോയിട്ടുള്ളൂ, ഞാനും 100 വരെ പോകുന്നുള്ളൂ. പക്ഷെ വണ്ടി ഒപ്പം പിടിച്ചു വേണേൽ എനിക്ക് കൈ കൊടുത്ത് എനിക്കൊന്ന് ഓവർടേക്ക് പോകാൻ പറ്റിയേനെ ഹാർലി ഡേവിഡ്സന് ആ ഒരു റേഞ്ച്. അപ്പം അതുപോലത്തെ ആക്സിലറേഷൻ തരുന്ന വണ്ടി ഈ വിലയ്ക്ക്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ഈ ഇൻസൈൽ ആക്സിലറേഷനാണ് ഇതിൻ്റെ പ്ലസ് പോയിന്റ്. നമുക്ക് വേണ്ടി വന്നാൽ ഇപ്പോൾ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ സൂപ്പർ ബൈക്ക് ഉണ്ടെങ്കിൽ പോലും അവരുടെ കൂടെ നമുക്ക് പിടിച്ചു പോകാൻ പറ്റും ഈ വണ്ടി ഉണ്ടെങ്കിൽ. വേറൊരു വണ്ടിയും വെച്ച് ഇത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 300cc വണ്ടിക്കൊന്നും പറ്റത്തില്ല. അല്ലെ R3 അല്ലെ നിഞ്ച 300 അങ്ങനത്തെ വണ്ടി എടുക്കണം. സോ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം പുതിയ ട്രൈഡേഴ്സ് ആയിരിക്കില്ല ഇതെടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ Bs3Duke ഭയങ്കര ആഗ്രഹമാണ്, എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ദയവായി ആദ്യമേ 200cc ബൈക്ക് എടുത്ത് കുറച്ചുനാൾ ഉപയോഗിച്ച്, അത് 200 Duke ആയാലും മതി, കുറച്ചുനാൾ ഉപയോഗിച്ച് അതിൻ്റെ ബേസിക്സ് ഒക്കെ പഠിച്ചിട്ട് വേണം ഇതുപോലത്തെ ഒരു വണ്ടിയിലോട്ട് കയറാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ നിൽക്കത്തില്ല. പിന്നെ കൗണ്ടർ ബാലൻസിങ്, കൗണ്ടർ സ്റ്റിയറിംഗ് എന്ന് പറയുന്ന സംഭവമുണ്ട്. കൗണ്ടർ ബാലൻസ് അല്ല കേട്ടോ, കൗണ്ടർ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നമ്മൾ അത് കുറേ വണ്ടി ഓടിച്ചാലേ നമുക്ക് കിട്ടത്തുള്ളൂ. കുറേ നല്ലവണ്ണം വണ്ടി നല്ല ടേൺസും ട്വിസ്റ്റീസൊക്കെ എടുത്താൽ മാത്രമേ നമുക്ക് ആ സംഭവം കിട്ടത്തുള്ളൂ. അതൊക്കെ പക്കയായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇതുപോലത്തെ ഒരു ആക്സിലറേറ്റ് ചെയ്യുന്നൊരു വണ്ടി കറക്റ്റ് നമ്മുടെ ഇന്ത്യൻ റോഡിൽ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ദയവ് ചെയ്താലും ഈ വണ്ടി തുടക്കക്കാരെടുത്ത് അപകടത്തിലോട്ട് പോകരുത്. മെഡ്സിലെ ടയർ ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. വണ്ടിക്ക് എൻജിൻ അതുപോലെ പെർഫോമൻസ് ഉള്ളതുകൊണ്ടാണ് ഈ അപകടമൊക്കെ വരുന്നത്.
ഞാൻ ഒരിക്കലും ഇവനെ കാലൻ ഒന്നും വിളിക്കത്തില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. ആള് വളരെ മാന്യനാണ്. നമ്മളിപ്പോൾ ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ടൂറിംഗ് പർപ്പസിനാന്ന് പറഞ്ഞല്ലോ. ഞാനിപ്പോൾ ടൂറിംഗ് പർപ്പസിന് പോയാൽ പോലും ഞാൻ ഈ വണ്ടി എടുത്തിട്ട് ഒരു 2000 കിലോമീറ്ററോളം ഞാൻ വണ്ടി ഓടിച്ചു. എനിക്കൊരു സീനും ഉണ്ടായിട്ടില്ല. ടൂറിങ്ങിന് ബെസ്റ്റ് വണ്ടിയാണ്, നിങ്ങൾക്ക് ടൂറിങ്ങിന് ബെസ്റ്റ് കമ്പാനിയനാണ്. അതിലൊന്നും ഒരു ടെൻഷനും വേണ്ട. എത്ര കിലോമീറ്റർ വേണേൽ ഓടാം. ഒരു 100 കിലോമീറ്ററിലൊക്കെ സുഖമായിട്ട് ഫുൾ ഡേ ക്രൂസ് ചെയ്യാം. ആകെപ്പാടെ നമുക്ക് ഭ്രാന്ത് പിടിക്കുന്നത് വണ്ടി ട്രാഫിക്കിൽ കിടക്കുമ്പോഴാണ്. പിന്നെ ഈ വണ്ടിയുടെ കുറച്ച് ഡൗൺ സൈഡ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് തോന്നിയ കാര്യമാണ് വണ്ടിയുടെ സസ്പെൻഷൻ. പുറകിലെ സസ്പെൻഷൻ കറക്റ്റ് മറ്റേ കാറ്റലിക് കൺവെർട്ടറിന് മേളിൽ കൊണ്ട് വെച്ചേക്കുന്നുണ്ട്, അടുത്തുകൊണ്ട് വെച്ചേക്കുന്നുണ്ട്. വണ്ടി ഓടിക്കഴിയുമ്പോഴത്തേക്ക് സസ്പെൻഷൻ ഒരുപാട് ഹീറ്റ് ആവുന്നുണ്ട്. നമുക്കറിയാം ഈ സസ്പെൻഷനകത്ത് മോണോഷോക്കിനകത്തുള്ളതെന്ന് വെച്ചാൽ കുറേ റബ്ബർ കോമ്പണൻസ് ഉണ്ട്, കുറേ പ്ലാസ്റ്റിക് കോമ്പണൻസ് ഉണ്ട്. ഇതൊക്കെ ഹീറ്റ് ആയി കഴിയുമ്പോൾ എക്സ്പാൻഡ് ചെയ്യും, പിന്നെ കോൺട്രാക്ട് ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ സസ്പെൻഷൻ ഒരു 1 lakh ലൈഫ് പറഞ്ഞിട്ടുണ്ട്. ഒരു 50,000 കിട്ടിയാൽ നിങ്ങൾക്ക് ഭാഗ്യം എന്നേ പറയാനുള്ളൂ. അതൊരു മണ്ടൻ ഡിസൈനാണെന്ന് തന്നെ അറിയാം, എനിക്ക് തോന്നുന്നു. കാരണം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൂട്ടാൻ വേണ്ടിയാണ് അവർ ചെയ്തത്. എന്നാലും അതൊരു മണ്ടൻ ഡിസൈനാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം ഹീറ്റപ്പ്. ഒരു നല്ല ഹൈ CC ബൈക്കിന്, എൻ്റെ നിഞ്ച 650ക്കാളും ഈ ബൈക്ക് ഹീറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഹൈ കംപ്രഷൻ. ഇത്രയും ചെറിയ CCന്ന് ഇതുപോലെ പെർഫോമൻസ് പുറത്തെടുത്തതിനുള്ള പ്രശ്നമാണ് ഈ ഹീറ്റ് ഉണ്ടാകുന്നത്. അത് ഒരിക്കലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കഴിയുന്നതും 1 വർഷം കൂടുമ്പോൾ കൂളൻ്റൊക്കെ മാറി, അല്ലെ കൂളൻ്റിൻ്റെ ലെവലൊക്കെ നോക്കിയിട്ട് മാത്രം ഓടിക്കുക. പിന്നെ മൂന്നാമത് എൻജിൻ ഓയിൽ. സെമി സിന്തറ്റിക് ഓയിൽ ഒരിക്കലും ഈ വണ്ടിക്കകത്ത് ഒരിക്കലും, ഇത് ഹൈ കംപ്രഷൻ എഞ്ചിനാണ്, പെട്ടെന്ന് അടിച്ചു പോകും. പകരം ഫുള്ളി സിന്തറ്റിക് ഓയിൽ ഒഴിക്കുക. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മുടെ മോട്യൂളിൻ്റെ 7100 ഓയിലും, അല്ലെ കാസ്ട്രോൾ പവർ 1 അൾട്ടിമേറ്റ് അതുപോലത്തെ ഓയിലും, പ്ലസ് ലിക്വിമോളി MOST മോളിബ്ഡനൈറ്റ് ഡൈസൾഫേറ്റ് എന്ന് പറഞ്ഞ കോമ്പൗണ്ടുമാണ്. ഈ മോളിബ്ഡനൈറ്റ് ഡൈസൾഫേറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വണ്ടിക്ക് ഒരു എക്സ്ട്രാ ലെയർ ഓഫ് പ്രൊട്ടക്ഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് എല്ലാം കൊണ്ടും എനിക്ക് ഈ വണ്ടി വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് പറയാനുള്ളത് റേസിംഗ് അലോയ്സ് ആണ് ഈ വണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. സോ വണ്ടി ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടിരിക്കുന്നത് ഈ റേസിംഗ് അലോയ്സ് ഉള്ളതുകൊണ്ടാണ്. ഈ റേസിംഗ് അലോയ്സ് ഒരിക്കലും നമ്മുടെ ഇവിടുത്തെ കുണ്ടും കുഴിയിലൊന്നും ഓടിക്കാൻ പറ്റുന്ന രീതിയിലല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ പറന്നു പോയിട്ട് കുണ്ടും കുഴിയിലൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അലോയ് ഒടിഞ്ഞ് കയ്യിലിരിക്കും. അത് നമുക്ക് കമ്പനിയെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഇവന്മാർ മാക്സിമം ഫോക്കസ് ചെയ്തിരിക്കുന്നത് പെർഫോമൻസിനാണ്. അതിൻ്റെ കൂട്ടത്തിൽ എനിക്കൊന്ന് ബജാജ് ഈ വണ്ടി ഉണ്ടാക്കിയോണ്ടായിരിക്കും ഇത്രയെങ്കിലും റിലയബിലിറ്റി കിട്ടിയെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിനകത്തുള്ളൊരു തെണ്ടിത്തരം എന്ന് എനിക്ക് പറയാൻ തോന്നിയ കാര്യം എന്ന് വെച്ചാൽ, ഈ വണ്ടിക്കും 200 ഡ്യൂക്കിനും സെയിം റേഡിയേറ്ററാണ്. രണ്ട് വണ്ടിക്ക് എനിക്ക് കണ്ടിട്ട് കാഴ്ചയിൽ ഒരേപോലെ ഇരിക്കുന്ന റേഡിയേറ്ററാണുള്ളത്. അതൊക്കെ നമ്മുടെ ST അല്ലെങ്കിൽ ജാവയെ കണ്ടുപിടിക്കണം. 300 cc അവർ എന്ത് വലിയ റേഡിയേറ്ററാണ് കൊടുക്കുന്നത്. അത്രയും വലിയൊരു റേഡിയേറ്റർ ഉണ്ട്. മോർ സർഫസ് ഉണ്ടെങ്കിൽ അത്രയും എൻജിൻ തണുപ്പിക്കും. കാരണം അത്രയും എയർ നമ്മുടെ റേഡിയേറ്ററിലോട്ട് കടക്കുകയും എൻജിൻ പെട്ടെന്ന് കൂളാവുകയും ചെയ്യും. ഇത് ഇത്രയും ചെറിയ റേഡിയേറ്റർ കൊടുത്തിട്ട് അതിനകത്തൊരു ഫാൻ വെച്ചാൽ എങ്ങനെയാണ് ഇത് ചൂടാവാതിരിക്കുന്നത് എനിക്കറിയത്തില്ല. അതൊക്കെ ഒരു മണ്ടൻ ഡിസൈനാണ്. കാരണം ഇതൊക്കെ ഒരു കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ബജാജ് ചെയ്തായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അല്ലാതെ വരുമ്പോഴത്തേക്കും ഈ വണ്ടി വേറെ ലെവലാണ്. Bs3Duke390 എടുക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ കണ്ണും പൂട്ടിപ്പോയി എടുത്തോ, ഒരു കുഴപ്പമില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആദ്യമേ കുറേ വണ്ടി ഓടിക്കുക, മാക്സിമം 100 കിലോമീറ്ററൊക്കെ കയറ്റിയാൽ മതി. ഇൻസൈൻ ആക്സിലറേഷൻ ആണെന്നും പറഞ്ഞ് വേറൊരു വണ്ടിയെ നമ്മൾ പിടിക്കാൻ നോക്കണ്ട. നമുക്ക് വണ്ടി കയ്യിലാവും എന്ന് ഉറപ്പായിട്ട് മാത്രം. കാരണം ABS ഉണ്ട്, മെഡ്സിലെ ടയർ ഉണ്ടെന്നും പറഞ്ഞൊന്നും നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതൊന്നും ഈ